നമസ്കാരം. നമ്മുടെ നാടിന്റെ പുരോഗമനം എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ന്യൂജൻ പിള്ളേര്, നമ്മുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളുടെ പരസ്യ മദ്യപാനം സഹപാഠി പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ നടപടി വന്നിട്ടുണ്ട്. 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ മദ്യം കിട്ടി, എവിടെയാണ് സംഘടിപ്പിച്ചു നടക്കുമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പാളയംകോട്ട സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിലെ ദൃശ്യങ്ങളാണിത്. 9ാം ക്ലാസ്സിലെ 6 വിദ്യാർത്ഥിനികൾ ചേർന്ന് ക്ലാസ് മുറിയിൽ വട്ടമിട്ടിരുന്ന് മദ്യപിക്കുന്നു. സഹപാഠി ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ദൃശ്യം വൈറലായി. പിന്നാലെ മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ കാര്യം സമ്മതിച്ചു. 6 പേരെയും സസ്പെൻഡ് ചെയ്തു. പരീക്ഷ എഴുതാൻ അനുവദിക്കുമെന്ന് മാനേജ്മെന്റ്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൗൺസിലിംഗ് നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മദ്യം കുട്ടികൾക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് അറിവായിട്ടില്ല. സംഭവത്തെക്കുറിച്ച് ഡിഇഒയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. 24 ചെന്നൈ. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ പുതുതലമുറ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൂടി ഇന്നത്തെ തലമുറ, ഇന്നത്തെ പെൺകുട്ടികൾ അവരുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിനെന്ത് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അതിനെന്ത്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ, മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുന്നതിൽ പങ്ക് നിങ്ങൾക്ക് തന്നെയാണ്. ഏത് രീതിയിൽ, എത്ര ദുർമാർഗത്തിൽ കൂടി പെൺകുട്ടികൾ പോയാലും അവരെ ശാസിക്കുകയോ അവരെ തിരുത്തുവാനോ അവരുടെ ഫോട്ടോ പുറത്തുവിടുവാനോ അവരുടെ ഡീറ്റെയിൽസ് വിടാനോ തയ്യാറാകാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവർ കുറ്റകൃത്യങ്ങളിലോട്ട് പോകും എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കാതെ ഇന്നത്തെ തലമുറയെ വഴിതെറ്റിച്ച് വിടുന്ന, അതുമാത്രമല്ല ഗ്രഹനാഥൻ, അച്ഛന് റോളില്ലാത്ത കാലഘട്ടമാണെന്ന്. പിതാവിന് വീട്ടിൽ റോളില്ല. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞു, റേഷൻ കാർഡിൽ പിതാവിന്റെ പേരില്ല, ഗ്രഹനാഥൻ എന്നുള്ള പേരില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു വേട്ടാളി കമന്റ് ഇട്ടിരിക്കുന്നു. കാര്യം ഇവർക്കൊന്നും ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. കമന്റ് ഇട്ടിരിക്കുന്നത് റേഷൻ കാർഡിൽ പേരില്ലാത്തത് ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ റേഷൻ കാർഡിൽ പേരുണ്ടെന്നാണ്. അങ്ങനെയുള്ള പൊട്ടന്മാരോട് ഞാൻ പറയുന്നത്, ഈ അറിവില്ലാത്തത് ഒരു തെറ്റല്ല, പക്ഷേ അറിയാവുന്നവർ പറയുന്നത് എന്താണെന്നും കൂടി മനസ്സിലാക്കാനും കൂടി ഒരു കഴിവ് വേണം. മുൻപ് ഗ്രഹനാഥൻ എന്നായിരുന്നു റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നത്. ഇന്നത് ഗ്രഹനാഥയായി. അമ്മയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അമ്മമാർക്ക് റോള് കൊടുത്തതിന്റെ ദൂഷ്യഫലമാണ് ഇതിപ്പോ. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെയൊക്കെ 9ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിനകത്തിരുന്ന് പെൺകുട്ടികളിരുന്ന് മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആൺകുട്ടിയായിരുന്ന നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പോലും നമ്മളെ കൊണ്ടത് ചിന്തിക്കുവാൻ പോലും പറ്റില്ല എന്നുള്ളത്. അതുപോലെ അധ്യാപകരെ നമുക്ക് നല്ല പേടിയായിരുന്നു, വീട്ടിൽ അച്ഛനെ പേടിയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചേക്കോ? അപ്പോൾ അത്രത്തോളം പേടിച്ച് ഭയത്തോടു കൂടി ജീവിച്ചിരുന്ന നമ്മൾ, ഇന്നത്തെ ന്യൂജൻ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇവർക്ക് അധ്യാപകരെയും പേടിയില്ല, രക്ഷകർത്താക്കളെയും പേടിയില്ലാത്തൊരവസ്ഥ. കാരണം അവിടെ അച്ഛന് റോളില്ല, അവിടെ അമ്മയാണ് ഭരിക്കുന്നത് വീട്ടില്. അച്ഛനെ അടിച്ചമർത്തുന്നത് കണ്ട് വളരുന്ന കുട്ടികൾ ഇങ്ങനെ താൻ തോന്നികളായിട്ടേ പോകത്തുള്ളൂ എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അല്ല എങ്കിൽ പിതാവിനെ ബഹുമാനിക്കുന്ന അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ മക്കൾ ഒരിക്കലും ഈ രീതിയിൽ താൻ തോന്നികളായിട്ട് മദ്യപിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകില്ല എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യൂ, നമ്മുടെ പേജ് ഫോളോ ചെയ്യൂ, കമന്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.